അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉറപ്പായിട്ടും ഈ സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഹേയ് യൂട്യൂബ്, എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. ഒരു റൈഡ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഫ്രണ്ട്സുമായിട്ട്. നമുക്ക് എന്താ പറയുക, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ബോറൻ സിറ്റുവേഷനൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടാകുമ്പോഴോ ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്തുള്ളൊരു സുഹൃത്തിനെ അങ്ങ് വിളിക്കുക, വണ്ടി എടുക്കുക, ഒന്ന് റൈഡിന് പോകാം. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു റൈഡെന്ന് വേണേൽ പറയാം. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നൊരു റൈഡാണിത്. ഏകദേശം 7 മണിക്ക് തന്നെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്താ പറയുക, നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത് സമയത്ത് എത്തിയിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവർ കുറച്ച് ലേറ്റായി പോയി. എന്തായാലും കുഴപ്പമില്ല, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാണ് അവർ വരുന്നല്ലേ. അങ്ങനെ ജസ്റ്റ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ അത്യാവശ്യം പോകുന്നൊരു സ്ഥലമാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളാണിക്കൽ പാറ. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. നോർത്തേൺ ഡിസ്ട്രിക്റ്റിലുള്ളവരൊക്കെ കേൾക്കാൻ ചാൻസ് കുറവാണ്. എന്നിരുന്നാൽ പോലും ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അത് പോയി നോക്കണം. പെട്രോൾ അടിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു പമ്പുണ്ട്. നമ്മുടെ വെഞ്ഞാറമൂടിൽ നിന്നും കൊട്ടാരക്കര വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് കീഴായിക്കോണം എന്നൊരു സ്ഥലത്ത് നമ്മുടെ ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു പമ്പാണ്. നല്ല എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കയറാം. അങ്ങനെ പെട്രോൾ അടിച്ചിട്ടുണ്ട്. എയർ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. എൻ്റെ വണ്ടി ഇപ്പോൾ ഡോമിനറാണ്, പുതിയ UG 2019 ഡോമിനറാണ്. അപ്പോൾ അത്യാവശ്യം പെട്രോൾ ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ പിന്നെ പെട്രോൾ ഏകദേശം ഹാഫ് ടാങ്ക് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടതാണ്. അത്യാവശ്യം ഉണ്ട് എങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. അതും അത്യാവശ്യം എന്താ പറയുക, ഒരു പുതിയ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം പെട്രോളൊക്കെ റിസർവ് ചെയ്തിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് സിഗ്നൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റിലേക്കുള്ള ടേണിംഗ് ആണ്. അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ആ ചേട്ടാ ഇപ്പോൾ വന്ന് കയറിയേനെ. അത്യാവശ്യം ട്രാഫിക്കുള്ള സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും ഇവിടെ കിടക്കേണ്ടി വരും. അതായത് ഇപ്പോൾ വെഞ്ഞാറമൂട് നിന്ന് നമ്മൾ കൊട്ടാരക്കര ഭാഗത്തു നിന്നാണ് വന്നത് കേട്ടോ. അതുകൊണ്ടാണ് റൈറ്റ് ടേൺ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നതെങ്കിൽ വെഞ്ഞാറമൂട് എത്തിയിട്ട് ലെഫ്റ്റ്. അതും MC വഴിയാണ് വരുന്നത് എങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് NH വഴിയും വരാം. നമ്മുടെ എന്താ പറയുക, ഈ ആംബിയൻ മോഡ് എൻജോയ് ചെയ്ത് വരണം. അതായത് ആംബിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് MC വഴി തന്നെ വരിക. അതല്ല റേസിംഗ് മോഡാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ NH വഴി വരണം. കാരണം നമുക്ക് അത്യാവശ്യം ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് അത്യാവശ്യം റൈഡേഴ്സിന് പറ്റിയൊരു വഴിയാണ്. ഇവിടെ ഇപ്പോൾ മെയിനായിട്ടും ഫോട്ടോഷൂട്ടിനും ചെറിയ രീതിയിലൊക്കെയുള്ള ഈ റോക്ക് റൈഡിങ്ങിനൊക്കെയാണ് ആൾക്കാർ കൂടുതലിവിടെ വരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഫോട്ടോഷൂട്ട്. എനിക്ക് തോന്നുന്നത് അതൊരു മാരേജ് ടീമാണ്. പിന്നെ വ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലോങ് വ്യൂ ആണ്. കടലൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ അന്വേഷിച്ചത് വെച്ചിട്ട് ഇവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് തപ്പണം, അത് എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ചോദിച്ച് ഒന്ന് കണ്ടെത്തണം. താഴേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഒരു അമ്പലമുണ്ട്, ആയിരവല്ലി ക്ഷേത്രമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇപ്പോൾ നമ്മളെ വന്ന് കയറുമ്പോൾ ഉള്ള ഒരു സീനറിയേക്കാളും കുറച്ചുകൂടെ നല്ല സീനറി ആയിട്ട് എനിക്ക് തോന്നിയത് കുറച്ചുകൂടെയൊക്കെ താഴേക്ക് വരുമ്പോൾ നല്ല കുറച്ചുകൂടെ അപ്പിയറൻസ് കുറച്ചുകൂടെ നന്നായിട്ട് കൂടുന്നുണ്ട്. ഒരു സംതിങ് ലൈക്ക് എന്താ പറയുക, ഒരു
നല്ല ലാൻഡ്സ്കേപ്പാണ്. നമ്മുടെ ആ പൊന്മുടിയുടെയൊക്കെ ഏകദേശമൊക്കെ ഒരു കട്ട് വരുന്നുണ്ട്. അത്ര ഇല്ലെങ്കിൽ പോലും അത്യാവശ്യമൊക്കെ ഒരു കട്ടൊക്കെ വരുന്നുണ്ട്. ഇതുവഴിയൊക്കെ നടന്നു പോകുമ്പോൾ സൂക്ഷിച്ചൊക്കെ നടന്നു പോകണം. മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഏകദേശം മിഡിൽ പോർഷനിലെത്തി നിൽപ്പുണ്ട്. ഇനി കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിയാലാണ് ഈ ഗുഹാ സെറ്റപ്പൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് താഴേക്ക് ഇറങ്ങണം. ഇത്തിരി റിസ്കി ടാസ്ക്കാണ്, എന്നാലും സൂക്ഷിച്ചൊക്കെ ഇറങ്ങാൻ പോവാണ്. അവസാനത്തെ ഗുഹയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഗുഹയാണ് കേട്ടോ. അധികം ആർക്കൊന്നും അങ്ങനെ നേരെയൊന്നും കയറാൻ പറ്റില്ല. അത്യാവശ്യം ബെൻഡ് ചെയ്ത് കുനിഞ്ഞ് മാത്രമേ കയറാൻ കഴിയത്തുള്ളൂ. വെള്ളാണിക്കലിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഗുഹ എന്നാണ് പറയപ്പെടുന്നത്. ഇതേ കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗമാണ്. അകത്തേക്ക് കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഉണ്ട്, പക്ഷേ കയറാനൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഉള്ളിലേക്ക് കയറാനുള്ളൊരു ശ്രമം നടത്തുവാണ്. പക്ഷേ ഹൈറ്റൊക്കെ വളരെ കുറവാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ടൊരു വ്യൂ കാണാം. ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉണ്ട്, പക്ഷേ നാരോ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിട്ട് കുറഞ്ഞ് ഉള്ളിലേക്ക് പോവാണ്. മാത്രമല്ല ഓക്സിജൻ സപ്ലൈയും കുറവാണ്. ഇപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉറപ്പായിട്ടും ഈ സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർ ആദ്യം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മെയിൻ ഇതുപോലുള്ള ചെറിയ സ്ഥലങ്ങൾ കണ്ട് അവിടെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു സജഷൻ. കാരണം നമ്മുടെ നാടിനെ പറ്റി മാക്സിമം അറിഞ്ഞിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതല്ലേ നല്ലത്. ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ ഫസ്റ്റ് വ്ളോഗായിട്ട് തന്നെ ഈ ഒരു വെള്ളാണിക്കൽ പാറ സെലക്ട് ചെയ്തത്. ഞങ്ങളെല്ലാവരും ഏകദേശം ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരാണ്. അടുത്തത് ഇവിടെ ഒരു ടവറുണ്ട്. അപ്പോൾ അത്യാവശ്യം വ്യൂ കിട്ടുന്നൊരു ടവറാണ്. നമുക്കങ്ങോട്ട് പോകണമെങ്കിൽ പാറയുടെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ചാൽ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി എടുത്ത് അങ്ങോട്ടൊന്ന് പോകാം. നമ്മളിപ്പോൾ ടവറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിൻ്റെ മുകളിലേക്കൊന്ന് കയറണം. അത്യാവശ്യം സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറിയാണ് നമ്മളങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് മുകളിലേക്കൊന്ന് കയറാം. രീതിയാണ് കയറേണ്ടത്. അത്യാവശ്യം സൂക്ഷിച്ചൊക്കെ കയറേണ്ടതുണ്ട്. കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന വ്യൂസാണ് ഈ കാണുന്നത്. നമ്മൾ ഏകദേശം അവിടെ നിന്നാണ് വന്നത്. നമ്മുടെ ക്ഷേത്രമൊക്കെ അവിടെയാണ്. അവിടെ നിന്നും താഴേക്ക് പോകുന്നതാണ് ഗുഹയിലേക്കുള്ള വഴി. അതുവഴി നമ്മൾ കറങ്ങിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വ്യൂസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന വ്യൂസാണ്. പിന്നെ ഇത് അതിന് അടുത്ത വശത്തുള്ളൊരു വ്യൂ ആണ്. ഏകദേശം നമ്മുടെ ബൈക്സൊക്കെ താഴെ ഇരിപ്പുണ്ട്. അതുവഴിയാണ് നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്. അതുവഴിയാണ് കയറി വന്നത്. പിന്നെ അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ നല്ല വ്യൂസ് ഇതുപോലെയുള്ള വ്യൂസൊക്കെ കിട്ടണമെങ്കിൽ ഈ ടവറിന് മുകളിലേക്ക് തന്നെ കയറണം. ഇതാണ് നമ്മുടെ ഒരു 360 വ്യൂ എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. കണ്ടില്ലേ. അടുത്ത നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്കാണ് എത്തിയിരിക്കുന്നത്. വെള്ളാണിക്കലിലെ ഏറ്റവും നല്ല വ്യൂസൊക്കെ കിട്ടുന്നത് ഏകദേശം ഇവിടെ നിന്നാണ്. നല്ല ലോങ് വ്യൂസാണ് കിട്ടുന്നത്. താഴെ നിന്നാലൊന്നും ഈ ഒരു ഭംഗിയൊന്നും കിട്ടില്ല. അതിന് ടവറിൻ്റെ മുകളിൽ തന്നെ കയറണം. ദൂരെയുള്ള മലകളും മഞ്ഞും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് ബോയ്സൊക്കെ ടൈം പാസിങ്ങിന് വേണ്ടി വന്നിരിപ്പുണ്ട്. ദൂരേക്കുള്ള മലകളൊക്കെ കാണുന്നില്ല. അതിൻ്റെ താഴേക്ക് റോഡുണ്ട് കേട്ടോ. ആ റോഡ് വഴിയൊക്കെയാണ് നമ്മൾ കവർ ചെയ്ത് വന്നിരിക്കുന്നത്. ഏകദേശം ഈ ഭാഗത്ത് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ ഏകദേശം തുടങ്ങിയിട്ട് റൈറ്റ് സൈഡ് വഴി കവർ ചെയ്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല റോഡാണ്. അത്യാവശ്യം എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന വഴികളൊക്കെയുള്ള റോഡാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ. അപ്പോൾ പറ്റുന്നതുപോലെ എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. ഏകദേശം നട്ടുച്ചയായിട്ടുണ്ട്. നല്ല പൊള്ളുന്ന വെയിലാണ്. അടുത്തത് ഫുഡിൻ്റെ ടൈമാണ്. നല്ലൊരു ഹോട്ടൽ നോക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഫുഡിൻ്റെ സെഷനാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു ചെറിയൊരു കടയുണ്ട്. ഇതാണ് ഈ ചേട്ടൻ്റെ കടയാണ്. ഹായ്. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കപ്പയും ബീഫുമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, സ്ഥലം കാണാൻ വരുന്നവർക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് ഈ ഒരു സ്ഥലം. അത്യാവശ്യം ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ വരുന്നവർക്ക്
ഫുഡ് കഴിക്കാൻ നല്ല എന്താ പറയുക ഒരു ചെറിയ കടയാണ്, പക്ഷേ നല്ല ഹോംലി ഫുഡാണ് കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇവിടെ വന്ന് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും കഴിയുന്നതും ഒന്നുകിൽ ഏർലി മോർണിംഗ് വരിക, അല്ലെങ്കിൽ ഈവനിങ് വരിക. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നേരത്തെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് സ്റ്റേ ചെയ്തിട്ട് ഈവനിങ് സൺസെറ്റൊക്കെ ആകുമ്പോൾ കയറാം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഈ ഒരു വ്ളോഗ് ചെയ്തപ്പോഴാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം. എന്നിരുന്നാൽ മാത്രമേ അടുത്ത വ്ളോഗ് മുതൽ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്തിട്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക യൂട്യൂബേഴ്സും പൊതുവെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ വോയിസിലായിരിക്കും വ്ളോഗ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് 3 റൈഡേഴ്സ് അടങ്ങുന്ന ഒരു ടീമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു അടുത്ത വ്ളോഗ് മുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സിംഗിൾ വോയിസിൽ ചെയ്തിരിക്കുന്നത്. അടുത്ത വീഡിയോസ് മിക്സഡ് വോയിസിലായിരിക്കും ഞങ്ങളുടെ ഒരു വ്ളോഗ് വരുന്നത്. മെയിനായിട്ടും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബൈക്സിൻ്റെ റിവ്യൂസ്, ട്രാവലിങ്ങിൻ്റെ റിവ്യൂസ്, പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തെ മെയിൻ ഫുഡ്, ഇവയൊക്കെയാണ് മെയിനായിട്ടും വ്ളോഗിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വെള്ളാണിക്കലിലേക്ക് വരേണ്ട റൂട്ട് മാപ്പ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്സ് ആൻഡ് കോമൻറ്റ്സ് ചെയ്യുക. സോ വി ആർ ഗെറ്റിംഗ് സൈനിങ് ഓഫ്. റൈഡ് സേഫ്. ബൈ ബൈ.